നമസ്കാരം, ഞാൻ ലിറ്റി. എൻ്റെ ഒരു അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ താമസിക്കുന്ന ക്രോമർ ഏരിയയിൽ ഇവിടുത്തെ പ്രസിദ്ധമായ ബീച്ചും ക്രോമർ പിയറും അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളും എല്ലാം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ കൂടെ പോര്. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പഴയ കാലത്തെ സ്ട്രീറ്റാണ് കാണുന്നത്. എഡ്വേർഡിയൻ ഭരണകാലത്ത് 19-ാം നൂറ്റാണ്ടിൽ അന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കുറേയധികം കെട്ടിടങ്ങൾ 2ാം ലോക മഹായുദ്ധ കാലത്ത് കുറേയെല്ലാം പോയെങ്കിലും വീണ്ടും അത് റിനോവേഷൻ ചെയ്യുകയും വീണ്ടും ഉണ്ടായിട്ടുള്ള ഷോപ്സൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 2 സൈഡിലും പഴയ കാലത്തെ ബിൽഡിങ്ങുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പബ്ബാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും ഇതെല്ലാം പബ്സാണ്. ഈവനിങ് ഒരു 4 o'clock ആകുമ്പോൾ ഇത് ഓപ്പൺ ആകും. ആ സമയത്ത് ഒത്തിരി ടൂറിസ്റ്റുകൾ വരികയും ഇവിടെ ആ സമയത്ത് നല്ല റഷാണ്. ഞാൻ ഇറങ്ങി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവിടുന്ന് കറക്റ്റ് 1 മിനിറ്റ് ദൂരേ ഉള്ളൂ ഈ ബീച്ചിന് അങ്ങോട്ട് വരാനായിട്ട്. ഞങ്ങളുടെ വിൻഡോയിൽ നിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് ബീച്ച് കാണാം. അത്ര അടുത്താണ് ബീച്ച്. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നേരം ഞങ്ങൾ താമസിക്കുന്ന കോട്ടയത്താണെങ്കിൽ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ബീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഞങ്ങൾ ആലപ്പുഴയിലോ കോവളത്തോ ഒക്കെയാണ് ബീച്ച് കാണാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് എന്നും കാണാം ബീച്ച്. ആ കാണുന്നതാണ് ക്രോമർ പിയർ. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പിയർ എടുത്താൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിയർ ക്രോമർ പിയറാണ്. 5 പിയറുകളിൽ ഏറ്റവും അതിൻ്റെ സെൻറ്റർ എന്ന് പറയപ്പെടുന്ന ക്രോമർ പിയറാണ്. പിന്നെ ക്രോമർ പിയറിൽ തന്നെ നമുക്ക് പവിലിയൻ കാണാം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. The road. All right. And the lifeboat house at Sheringham, they can't use it. Yeah. So they're having to bring it here. So that we're going to try and put it in there. All right. Try. Yeah, we'll try it. Anyway, thanks for the information, my dear. What? No. Oh yes. Okay, thank you. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റോക്കറ്റ് ഹൗസ്. 1950 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ഈ റോക്കറ്റ് ഹൗസ് അന്ന് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ അത് പോവുകയും പിന്നീട് അത് റിനോവേഷൻ ചെയ്ത് വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിനകത്ത് തന്നെ ഒരു മ്യൂസിയം, ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. വൺ ഡേ ഞാൻ നിങ്ങളെ റോക്കറ്റ് ഹൗസിലേക്ക് അതിനകത്തേക്ക് പോയി അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നേരെ പോകുന്നത് റോക്കറ്റ് ഹൗസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഗാർഡൻ ആൻഡ് ഒരു പാർക്കുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. മനോഹരമായ ഒരു ബീച്ചും അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ പരിസരവും ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രസമായിട്ട് നടക്കുകയും പിള്ളേർക്കൊക്കെ ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതൊരു ക്ലിഫാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ബീച്ച് സൈഡ് ഒരുവിധം നന്നായിട്ട് കാണാം. ആ കാണുന്നതാണ് നമ്മുടെ ക്രോമർ പിയർ. അതിനുള്ളിൽ ഒരു പവലിയൻ തിയേറ്റർ ഉണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം ഫിഷിംഗ് ബോട്ടാണ്.
ഈവനിങ് ഇതെല്ലാം കടലിലേക്ക് പോവുകയും ഫിഷിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെളുപ്പിന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഇതെല്ലാം ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടേക്കും. ഇത് വീണ്ടും ഈവനിങ് ആകുമ്പോൾ വീണ്ടും ബീച്ചിലേക്ക് പോകും. സർഫിങ്ങിനും മറ്റുമായിട്ട് ഒത്തിരി പേര് ഈവനിങ് ടൈം ആകുമ്പോൾ ഇവിടെ വരാറുണ്ട്. സർഫിങ്ങിനും പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ബീച്ചിൽ വരാറുണ്ട്. ആക്ച്വലി ഈ കാണുന്നതാണ് ബീച്ചിലെ പാർക്കിലേക്കുള്ള എൻട്രൻസ്. ഇതുവഴി നേരെ പോയാൽ നമുക്ക് പാർക്കിലേക്ക് കയറാവുന്നതാണ്. ഈ കാണുന്ന ബെഞ്ചസ് ഒക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. ഒരു സ്പോൺസർ ചെയ്തിരിക്കുന്ന ബെഞ്ചിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് കാണാം, ബാക്ക് സൈഡിൽ കാണാം, പാർക്ക് കാണാം. കുറച്ച് അങ്ങോട്ട് മാറി പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ സ്വിങ്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ആ സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിലുണ്ട് കുറേ പ്രദേശം. ഇനി അങ്ങോട്ട് കുറേ പ്രദേശങ്ങൾ ഗാർഡൻ തന്നെയാണ്. ഇൻസൈഡിലേക്ക് കുറേ ഗാർഡൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ബീച്ച്. ഈ ബൈനോക്കുലറിനകത്തൂടെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ബീച്ച് ഫുള്ള് കാണാം. ഇവിടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട് റൈറ്റ് സൈഡിൽ. ഈ ബോക്സിനകത്ത് നമുക്ക് ഡൊണേഷനായിട്ട് പൈസ വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഇവിടുത്തെ കൗൺസിലാണ് ഇത് ആക്ച്വലി വെച്ചിരിക്കുന്നത്. ഈ ബീച്ചിൻ്റെ പല സൈഡിൽ ഇങ്ങനത്തെ ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തൂടെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. ഇനി നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. താഴെ ചെന്നിട്ട് അവിടുത്തെ വിശേഷം കാണിക്കാൻ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഫിഷിംഗ് ബോട്ടുകൾ. നൈറ്റ് ഫിഷിങ്ങിന് പോയിട്ട് ഇവിടെ രാവിലെ ആകുമ്പോൾ വന്ന് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തൊട്ടടുത്തത് കാണാവുന്നതാണ്. ഈ ക്രോമർ പിയർ അല്ലെങ്കിൽ ക്രോമർ ബീച്ച് ആക്ച്വലി ബ്ലൂ ഫ്ലാഗ് കിട്ടിയിട്ടുള്ളതാണ്. ബ്ലൂ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ളതും ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളതും നീറ്റ്നെസ്സും എല്ലാ തരത്തിലും നമ്പർ 1 ക്വാളിറ്റി ഉള്ള ബീച്ചാണിത്. അതുകൊണ്ടാണ് ബ്ലൂ ഫ്ലാഗ് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അടുത്ത് കാണാം ഫിഷിംഗ് ബോട്ടുകൾ. ഇത് കണ്ടോ, നിറയെ പെബിൾസ് കണ്ടോ, ഓവൽ ആകൃതിയിലുള്ള പെബിൾസാണ്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ എനിക്ക് ഇത്രയും പെബിൾസ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുഞ്ഞു പെബിൾസ് കിട്ടുമ്പോൾ ഞാൻ ഈ പെബിൾസ് സൂക്ഷിച്ച് വെക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിറയെ പെബിൾസ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. നിറയെ പെബിൾസാണ്. കുട്ടികൾ കളിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സൂക്ഷിച്ച് വേണം. കാരണം ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇച്ചിരി കെയർഫുള്ളായിട്ട് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ ഹട്ടുകൾ. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങേയറ്റം വരെ ഹട്ടുകളാണ്. ഞാൻ അങ്ങേയറ്റം വരെ ഒന്നും പോകുന്നില്ല. ഇതിൻ്റെ മിഡിലിൽ വെച്ച് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. പല കളറിലായിട്ട് പല പല ഹട്ടുകളാണ്. ഇവിടെ ഫ്രണ്ടിൽ വിൻഡോ ഉണ്ട്. സോ അവർക്ക് അതിനകത്ത് ഇരുന്നിട്ട് വിൻഡോയിൽ കൂടെ പുറത്തോട്ട് നോക്കിയാൽ കാഴ്ചകൾ കാണാം. എന്നെപ്പോലെ ബീച്ച് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കുമല്ലോ നിങ്ങളും. സോ ഇനി നമുക്ക് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. സൂക്ഷിക്കണം, പൊടി മണ്ണുണ്ട്, പെബിൾസ് ഉണ്ട്. സർഫിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് അതിനുള്ള സർഫിങ്ങിനുള്ള സാധനങ്ങൾ, ഡ്രസ്സുകൾ, ഷൂകൾ, എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതിന് താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ്.
അങ്ങനെ നമ്മൾ ക്രോമർ പിയറിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ക്രോമർ പിയർ. പിയർ ഓഫ് ദി ഇയർ 2024 അവാർഡ് നേടിയ പിയറാണിത്. 151 മീറ്റർ ലെങ്ത് ഉള്ള പിയറാണിത്. നമുക്ക് പിയറിലേക്ക് കയറാം. ആ കാണുന്നതാണ് പവലിയൻ തിയേറ്റർ. അവിടെ മൂവി അല്ല, ഓൾമോസ്റ്റ് പ്രോഗ്രാംസ് ആണ് കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടത്തുന്ന പ്രോഗ്രാംസും ഒക്കെ പവലിയനകത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ക്രോമർ പിയറിൽ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്രോമറിലെ ബീച്ച് ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട്. അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ, കാരണം ആഫ്റ്റർനൂൺ ടൈമൊക്കെ ആയി വരുന്നു. നിങ്ങൾക്ക് കാണാം ലൈഫ് ബോട്ട് ഇതുവഴി പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ലൈഫ് ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരിത് ഇതുവഴി എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എമർജൻസി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല, അത് കാരണം അവരെപ്പോഴും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇത് പിയറിനകത്ത് തന്നെ ഫിഷിങ്ങിന് താല്പര്യമുള്ളവർക്ക്, അതായത് ക്രാബിനെയൊക്കെ പിടിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ഇതിനകത്ത് ഇവിടെ ഇരുന്ന് അവരുടെ ബക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് ക്രാബിനെ പിടിക്കുകയും അതിനകത്തോട്ട് ഒത്തിരി വരുന്നതാണെങ്കിൽ തിരിച്ച് ഇതിനകത്തേക്ക് വിടണം, ബീച്ചിലേക്ക് വിടണം. ഇതിൻ്റെ ബാക്കിലാണ് ലൈഫ് ബോട്ട് സ്റ്റേഷൻ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ ലൈഫ് ബോട്ട് സ്റ്റേഷൻ. നിങ്ങൾക്ക് കാണാം, ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലാണ് ലൈഫ് ബോട്ട് സ്റ്റേഷൻ ഉള്ളത്. അതിൻ്റെ താഴെ കുറേ പില്ലാർസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പവലിയൻ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ്. അതിനകത്ത് നടക്കുന്ന പ്രോഗ്രാമുകളുടെ ലിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. വാട്സ് ഓൺ 2025. ഈ കാണുന്ന പ്രോഗ്രാംസ് എല്ലാം ഓരോരോ ടൈമിൽ ഇവിടെ നടക്കുന്നതാണ്. 15th മെയ്, 9th മെയ്, എവറി ഡേയ്സ് സം പ്രോഗ്രാംസ് ആർ ദെയർ. അങ്ങനെ നമ്മൾ ക്രോമർ പിയർ കണ്ടു, ക്രോമർ ബീച്ച് കണ്ടു, റോക്കറ്റ് ഹൗസ് കണ്ടു, ഇവിടുത്തെ പാർക്ക് കണ്ടു. അത്യാവശ്യം ഞാൻ ഇവിടുത്തെ എല്ലാം കവർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.